ഇതിൽ വരുന്ന ക്ലിനിക്കൽ പാരസിറ്റോളജി, കളക്ഷൻ ഓഫ് സ്പെസിമെൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ ഇതേ സെയിം പോർഷൻ തന്നെ നമുക്ക് ബാക്ടീരിയോളജിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ബാക്ടീരിയോളജിയിൽ ഈ കളക്ഷൻ ഓഫ് സ്പെസിമെൻസും ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും ഒക്കെ ജനറൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കളക്ഷൻ ഓഫ് സ്പെസിമെൻ കാര്യങ്ങളും പാരസൈറ്റോളജിയിൽ റിപ്പീറ്റ് നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പാരസൈറ്റ്സിന്റെ കാര്യത്തിൽ നോക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൂടാതെ പ്രോസസിങ് ഓഫ് സ്പെസിമെൻസ്, ബ്ലഡ് സ്മിയർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഷൻ തിക്ക് ബ്ലഡ് സ്മിയർ രണ്ട് തരത്തിലുണ്ട്. പ്രോട്ടോസോൺ പാരസൈറ്റ്സ്, അവരുടെ ഐഡന്റിഫിക്കേഷൻ, അതേപോലെ തന്നെ സ്റ്റൂൾ എക്സാമിനേഷൻ ഫോർ പാരസൈറ്റിക് ഓവ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാക്സിമം ഇത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്പെസിമെൻസ്, എന്തൊക്കെ സ്പെസിമെൻസ് ആണ് നമ്മൾ ഒരു പാരസൈറ്റിനെ സസ്പെക്ട് ചെയ്തിട്ട് ഒരു ഡിസീസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്പെസിമെൻ ആണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എക്സാമിനേഷൻ ഓഫ് സ്റ്റൂൾ ആണ്. ബ്ലഡ് എക്സാമിൻ ചെയ്യാറുണ്ട് നമ്മൾ പാരസൈറ്റ്സ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂറിൻ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ വേരിയസ് അതർ സ്പെസിമെൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി സ്റ്റൂളിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് സ്റ്റൂൾ? അപ്പൊ ഫീക്കസ് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫീക്സ് എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡ്രഗ്സ് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ഡ്രഗ്സ് എന്നാണ് മീനിങ്. അപ്പം ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അൺഡിസൈറബിൾ പാർട്ട് എന്നാണ് ആ ഒരു വേർഡിന്റെ മീനിങ്. അപ്പോൾ ആ ഒരു വേർഡിൽ നിന്നാണ് ഫേക്സ് വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഫീക്കസ് എന്നുള്ള ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്. ഇനി സ്റ്റൂള് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നിരിക്കുന്നത് ആംഗ്ലോ സാക്സൺ വേർഡ് ആയിട്ടുള്ള സ്റ്റോളിൽ നിന്നാണ്. അതിന്റെ മീനിങ് തന്നെ സീറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ PSC എക്സാം ആണ്, ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഈ സ്റ്റൂള് എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു ഹിസ്റ്ററി പോലെ നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഫീക്കസ് എന്താണ്, സ്റ്റൂൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സ്പെസിമെൻ കളക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാണ് എങ്ങനെയാണ് ആ ഒരു സ്റ്റൂൾ കളക്ട് ചെയ്യുന്നത്. കളക്ട് ദ സ്റ്റൂളിന് ഡ്രൈ, ക്ലീൻ, ലീക്ക് പ്രൂഫ് കണ്ടെയ്നർ. കണ്ടെയ്നേഴ്സിൽ ലീക്ക് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി അതേപോലെ തന്നെ ആ ഒരു സ്റ്റൂളിൽ യൂറിന്റെ കണ്ടൻസോ അതേപോലെ തന്നെ വാട്ടർ, സോയിൽ അങ്ങനെയുള്ള കണ്ടാമിനേറ്റ്സ് ഒന്നും തന്നെ വരാനായിട്ട് പാടില്ല. പിന്നെ ഇതിന്റെ ഓരോ ടൈപ്പ് പറയുന്നുണ്ട്, സ്പെസിമെൻസിന്റെ ഓരോ ടൈപ്സ് പറയുന്നുണ്ട്. ഫോംഡ്, ആ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോഫ്റ്റ് ആയിട്ടുള്ള സ്പെസിമെൻ ഉണ്ട്, ലൂസ് ആയിട്ട് നമുക്ക് സ്പെസിമെൻ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടറി ആയിട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി സ്പെസിമെൻ കളക്ഷനിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഫ്രഷ് സ്റ്റൂൾ ആയിരിക്കണം എക്സാമിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രോസസ് ചെയ്യേണ്ടതും പ്രിസർവ് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് പ്രിസർവേറ്റീവ്സും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ ആ ഒരു സ്പെസിമെൻ പ്രിസർവ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ബാക്ടീരിയ, നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന പാരസൈറ്റ് അല്ലാതെ മറ്റു ബാക്ടീരിയസും മറ്റു മൈക്രോ ഓർഗാനിസംസും ഒക്കെ അതിൽ പ്രസന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഏറ്റവും നേരത്തെ തന്നെ നമുക്ക് ആ ഒരു സാമ്പിൾ കളക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സമയം അധികം ആവാതെ നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സർട്ടൺ ഡ്രഗ്സ് ആൻഡ് കോമ്പൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും അത് ഈ ഒരു സ്റ്റൂളിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ അതും അൺസാറ്റിസ്ഫാക്ടറി ആണ്. എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് വരാറുണ്ട്. ആന്റാസിഡ്സ്, കാവലിൻ, മിനറൽ ഓയിൽ, അതേപോലെ തന്നെ വേരിയസ് ഓയിലി മെറ്റീരിയൽസ്, നോൺ അബ്സോർബിൾ മെറ്റീരിയൽസ്, ആന്റി ഡയറിയൽ പ്രിപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി പ്രിസർവേഷൻ ഓഫ് ഫീക്കൽ സാമ്പിൾസ് നോക്കാം. ഇപ്പൊ പ്രിസർവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ നേരത്തെ തന്നെ ഇപ്പൊ ഓരോ സ്പെസിമിനും ഓരോ പ്രിസർവേറ്റീവ് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ പ്രിസർവേറ്റീവ് കെമിക്കൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് 10% ഫോർമാലിൻ ഫിക്സേറ്റീവ് ഇൻ വാട്ടർ ആണ്. അപ്പൊ ഇത് ഫോർമാലിൻ 10% ആണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് ഈ ഒരു പ്രിസർവേറ്റീവ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു ഓവറോൾ ഫിക്സേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഓവയും അതേപോലെ തന്നെ പാരസൈറ്റിക് ഓവയും സിസ്റ്റും ഒരേപോലെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന കെമിക്കലാണ് 10% ഫോർമാലിൻ. അപ്പൊ അതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓവയും ഓവ ആൻഡ് സിസ്റ്റിനെ രണ്ടിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസർവേറ്റീവ് അല്ലെങ്കിൽ കെമിക്കൽ എന്താണ്?
10% ഫോർമാലിനാണ്. ഇനി എത്ര നാള് പ്രിസർവ് ചെയ്യാം? സിസ്റ്റിനാണെങ്കിൽ ഏകദേശം 6 months വരെ. ആഫ്റ്റർ വിച്ച് ദ സൈറ്റോപ്ലാസം ഓഫ് ദ ഓർഗാനിസം ബിക്കം ഗ്രാനുലാർ വിത്ത് പ്യുവർ ന്യൂക്ലിയർ ഡെഫിനിഷൻ. ഇനി ട്രോഫോസൈറ്റ്സ് എന്നൊരു പാരസൈറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. ദേ ഡു നോട്ട് പ്രിസർവ് വെൽ വിത്ത് ഫോർമാലിൻ ആൻഡ് പാരസൈറ്റ് മോർഫോളജി ഇസ് നോട്ട് മെയിൻറ്റെയിൻ. അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻ ഓർത്തിരിക്കുക. ട്രോഫോസോയിറ്റ്സിന് നമ്മൾ ഫോർമാലിൻ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആയിട്ട് പറയുന്നില്ല. നെക്സ്റ്റ് ഫോർമാലിൻ 10% ന്യൂട്രൽ സലൈൻ ബഫർ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് സലൈൻ വാട്ടറിൽ 0.85 സലൈൻ വാട്ടറിൽ 10% ഫോർമാലിൻ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ലാബിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് സിസ്റ്റിന്റെ മോർഫോളജി ഒക്കെ അതേപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 10% ഫോർമാലിൻ സൊല്യൂഷനെ കാട്ടിലും മോർഫോളജി റിറ്റൈൻമെന്റ് ഈ ഒരു ഫോർമാലിൻ 10% 0.85 സലൈൻ വാട്ടറിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത് ഇവിടെയും ട്രോഫോസൈറ്റ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ട്രോഫോസൈറ്റ്സ് എന്നുള്ളത് ഇതിലും ഫോർമാലിൻ സലൈൻ വാട്ടറിലും അത് സെയിം ആയിട്ട് തന്നെ സെയിം സിസ്റ്റം ആണ് ഇവിടെയും വരുന്നത്. ട്രോഫോസൈറ്റ്സിന് എന്താണ് എക്സെപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇനി റെക്കമെൻഡേഷനും കൂടെ നോക്കുക. 1 part ഓഫ് ദ സ്റ്റൂൾ ടു ബി മിക്സഡ് വിത്ത് 3 parts ഓഫ് ദ ഫോർമാലിൻ അല്ലെങ്കിൽ ഫോർമാലിൻ സലൈൻ പ്രിസർവേറ്റീവ്. അപ്പോൾ 1 part ഓഫ് ദ സ്റ്റൂൾ ആണ് ഇവിടെ നമുക്ക് റെക്കമെൻഡേഷൻ പറയുന്നത്. ഇനി ബേയർ സൊല്യൂഷൻ മറ്റൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനത്തെ പേരെടുത്ത് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. ബേയർ സൊല്യൂഷൻ എന്താണ്? മിക്സ്ചർ ഓഫ് കോപ്പർ ക്ലോറൈഡ് ഇൻ 20% ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ്. അപ്പൊ ബേയർ സൊല്യൂഷൻ എന്താണ്? ഒരു പാരസൈറ്റിക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പെസിമിനെ പ്രിസർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ബേയർ സൊല്യൂഷൻ. ബേയർ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോപ്പർ ക്ലോറൈഡ് അല്ലെ കുപ്രിക് ക്ലോറൈഡ് ഇൻ 20% ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് ആണ്. അപ്പൊ ഈ ഒരു ബേയർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ ആദ്യം ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ദ സ്റ്റോക്ക് സൊല്യൂഷൻ ഇൻ 1:10 എന്നുള്ള ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് ഫസ്റ്റ് സ്റ്റോക്ക് സൊല്യൂഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 1 part ഓഫ് ദ ഫീക്കസ് ഇസ് മിക്സഡ് വിത്ത് 1 part ഓഫ് ബേയർ സൊല്യൂഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ബേയർ സൊല്യൂഷൻ നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഏതാണ് അതിന്റെ റേഷ്യോ? ഫീക്കസുമായിട്ട് 1:1 റേഷ്യോ ആണ് അത് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേയർ സൊല്യൂഷൻ എന്താണ്? അതിൽ വരുന്ന ഫോർമാൽഡിഹൈഡിന്റെ വോളിയം ബൈ വോളിയം പെർസെന്റേജും ഓർത്തേക്കുക. പ്രിസർവേഷൻ ഓഫ് സിസ്റ്റ് മോർഫോളജി ഇവിടെ വരുന്നുണ്ട്. ഇനി മെർത്തിയോലേറ്റ് ഐഡിൻ ഫോർമാലിൻ MIF എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു പ്രിസർവേറ്റീവ് ആണ്. ഇത് മിക്സ്ചർ ഓഫ് ഗ്ലിസറോൾ ഫോർമാൽഡിഹൈഡ് ആൻഡ് തൈമെറോസോൾ. ഓക്കെ, അല്ലെങ്കിൽ ടിഞ്ചർ ഓഫ് മെർത്തിയോലേറ്റ് 1:1000 ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പൊ MIF എന്താണ്? മെർത്തിയോലേറ്റ് ഐഡിൻ ഫോർമാലിൻ. ഇത് നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ മിക്സഡ് വിത്ത് ലൂഗോൾസൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി 1 gram ഓഫ് ദ ഫീക്കസ് നമ്മൾ 5 ml ഓഫ് MIF സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഇമൽസിഫൈഡ് ഫോമിലാണ് നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഓവ സിസ്റ്റ് ലാർവി മൂന്നിനെ നമുക്ക് സെവറൽ മന്ത്സിലേക്ക് ഈ ഒരു MIF യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഷോഡിൻസ് ഫിക്സേറ്റീവ് സാച്ചുറേറ്റഡ് മെർക്യൂറി ക്ലോറൈഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഷോഡിൻസ് ഫിക്സേറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ 2:1 വിത്ത് ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. 5 ml ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡ് ആൻഡ് 95 ml ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ ആണ് മിക്സ് ചെയ്യുന്നത്. ഇനി ദ റിയേജൻസ് യൂസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് ഫിക്സേറ്റീവ് ആർ ഹസാർഡസ് ആൻഡ് ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ. അപ്പോൾ നമ്മൾ പ്രിക്വേഷൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ ഫിക്സേറ്റീവിനെ നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റെയിൻ ചെയ്ത് ഫീക്കൽ സ്മിയേഴ്സിൽ വെക്കാറുണ്ട് പ്രോട്ടോസോൻ ട്രോഫോസൈറ്റ്സിൽ. നെക്സ്റ്റ് പോളിവിനൈൽ ആൽക്കഹോൾ PVA, അതും നെക്സ്റ്റ് മറ്റൊരു പ്രിസർവേറ്റീവ് ആണ്. 95% ഈഥൈൽ ആൽക്കഹോൾ ഇൻ ഗ്ലിസറോൾ വിത്ത് ഷോഡിൻ ഫിക്സേറ്റീവ് ആണ് ഈ ഒരു PVA നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതില് നമ്മൾ 1 part ഓഫ് ദ ഫീക്കസ് ആൻഡ് 3 parts ഓഫ് ദ PVA ആസ് എ ഇമൽസിഫൈഡ് ഫോമിലാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ഓവ, ലാർവെ, ട്രോഫോസൈറ്റ്സ് ഇത് മൂന്നും നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ബട്ട് സിസ്റ്റ് കുറച്ച് ഒരു ഡിസ്റ്റോർഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ PVAയുടെ കേസിൽ ഓവ ആൻഡ് ലാർവ മാത്രമാണ് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഡിയം അസെറ്റേറ്റ് അസെറ്റിക് ഫോർമാലിൻ ആസിഡ് സൊല്യൂഷൻ SAF.
sodium acetate in glacial acetic acid with 40% formalin solution in distilled water ആണ് SAF. ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിൽ മെർക്കുറി ക്ലോറൈഡ് ഇല്ല. ഷോഡിൻസിലും PVA നമ്മൾ ഈ പറഞ്ഞ രണ്ട് പ്രിസർവേറ്റീവിലും മെർക്കുറി ക്ലോറൈഡിന്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അപ്പം മെർക്കുറി എന്ന് പറയുന്ന ഒരു കണ്ടല്ലേ മെർക്കുറി ക്ലോറൈഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹസാഡിയസ് ആയിട്ട് അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു കെമിക്കലാണ് ഈ മെർക്കുറി ക്ലോറൈഡ്. അപ്പോൾ ഈ SAF കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ പ്രിസർവ് ചെയ്യുന്നത് ഹെൽമിൻ എഗ്സ്, ലാർവ, പ്രോട്ടോസോൺ, സിസ്റ്റ് ആൻഡ് ട്രോഫോസൈറ്റ്സ്. അപ്പോൾ ട്രോഫോസൈറ്റ്സിന് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇത് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫോർമോൾ ഈഥൈൽ അസറ്റേറ്റ് കോൺസെൻട്രേഷൻ ടെക്നിക്. ഇനി എന്താണ് നമ്മളിപ്പോ സ്റ്റൂൾ എക്സാമിൻ ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തിനാണ് നമ്മൾ സ്റ്റൂൾ എക്സാമിൻ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ഇൻഡസ്റ്റിനൽ പാരസിറ്റിക് ഇൻഫെക്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൂള് എക്സാമിൻ ചെയ്യാറുണ്ട്. ഇനി ബ്ലഡോ മ്യൂക്കസോ എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ട് ഇൻഡസ്റ്റിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റൂള് എക്സാമിൻ ചെയ്യാറുണ്ട്. ഇനി എന്തെങ്കിലും ടോട്ടൽ ആയിട്ടുള്ള സർവേലൻസ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസിന്റെ എക്സാമിനേഷൻ നടത്താനും നമ്മൾ സ്റ്റൂൾ എക്സാമിൻ ചെയ്യാറുണ്ട്. ഇനി പ്രോസസ്സിംഗ്, സ്പെസിമെൻ പ്രോസസ്സിംഗ്. സ്റ്റൂൾ സ്പെസിമെൻ നമുക്ക് പല രീതിയിൽ എക്സാമിൻ ചെയ്ത് പ്രോസസ് ചെയ്യാവുന്നതാണ്. ഫ്രഷ് സ്പെസിമെന്റെ എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. ഫ്രഷ് സ്പെസിമെൻ ഫോർ എക്സാമ്പിൾ മോട്ടൈൽ ട്രോഫോസൈറ്റ്സ്, ലിക്വിഡ് അല്ലെങ്കിൽ ഡയറിക് ആയിട്ടുള്ള സ്പെസിമെൻസ്. അതിൽ കൂടുതലായിട്ട് ട്രോഫോസൈറ്റ്സ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പാരസൈറ്റ്. അപ്പോൾ ഈ ട്രോഫോസൈറ്റ്സിന്റെ പ്രസൻസ് ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഡയറിക് ആയിട്ടുള്ള സ്പെസിമെൻസിൽ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെയുള്ള ഡയറിക് സ്പെസിമെൻസ് ഒക്കെ നമ്മൾ 30 മിനിറ്റ്സ് വിത്തിൻ 30 മിനിറ്റ്സ് കളക്ഷൻ നമ്മൾ അല്ലെ പാസേജ് കളക്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പാരസൈറ്റിന്റെ പ്രസൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഫ്രഷ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിന് ബിഫോർ ആയിട്ട് വേണം നമ്മൾ ആ ഒരു സാമ്പിൾ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് സ്പെസിമെൻ അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് അല്ല സോളിഡ് അല്ല അങ്ങനത്തെ സോഫ്റ്റ് സ്പെസിമെൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ട്രോഫോസൈറ്റും സിസ്റ്റും ഒക്കെ കാണും. അപ്പൊ അത് അങ്ങനെ സോഫ്റ്റ് സ്പെസിമെൻ ആണ്, പക്ക ലിക്വിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു 1 hour ആണ് ഇതിന്റെ മാക്സിമം ടൈം. ഇറ്റ് ഷുഡ് ബി പ്രോസസ്ഡ് വിത്തിൻ 1 hour. ഓക്കെ, അപ്പം ഇനി ഡിലേസ് ഇപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ട്രോഫോസൈറ്റ്സിന്റെ ഡിസിൻറ്റഗ്രേഷൻ തടയാത്ത രീതിയിൽ ആ ഒരു പാരസൈറ്റിനെ കിട്ടുന്ന രീതിയിൽ തന്നെ ഉള്ള ടൈം ലിമിറ്റ് നമ്മൾ ഓരോ സ്പെസിമെൻ അനുസരിച്ച് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ നമുക്ക് ഫീക്കൽ സ്പെസിമെൻ പ്രോസസ്സിങ്ങിന്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി 10% ഫോർമാലിൻ സ്പെസിമെൻസ് പ്രിസർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. വെറ്റ് മൗണ്ട്, അവിടെ നമുക്ക് ഹെൽമിൻത് ആൻഡ് പ്രോട്ടോസോവ. ഈ ഒരു സ്ലൈഡ് ഫുൾ നിങ്ങൾ അതേപടി പഠിക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡും അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന കെമിക്കല് ഏതൊക്കെ പാരസൈറ്റ്സ് ആണ് എടുത്തു പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേഗം മനസ്സിലാവാനാണ്. വെറ്റ് മൗണ്ട് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽമിൻസ് ആൻഡ് പ്രോട്ടോസോവ. എലൈസ ടെക്നിക് ഗിയാഡിയ ആൻഡ് ക്രിപ്റ്റോസ്പോറീഡിയം. ക്രോമോട്രോപ്പ് സ്റ്റെയിൻ യൂസ് ചെയ്യാറുണ്ട് പ്രിസർവ് ചെയ്തതിന് ശേഷം. മൈക്രോസ്പോറിഡിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് അത് ചെയ്യുന്നത്. ഫോർമാലിൻ ഈഥൈൽ അസറ്റേറ്റ് കോൺസെൻട്രേഷൻ അതിൽ
ഏകദേശം 5 ടെക്നിക്ക് വരുന്നുണ്ട്. വെറ്റ് മൗണ്ട്, ഹെൽമിൻസ് ആൻഡ് പ്രോട്ടോസോ. അപ്പൊ വെറ്റ് മൗണ്ട് ടെക്നിക്ക് ജനറലി പറയുന്നത് എവിടെയാണ്? ഹെൽമിന്തിനും പ്രോട്ടോസോയ്ക്കുമാണ് പറയുന്നത്. ഇനി ഡയറക്റ്റ് മൗണ്ട് ടെക്നിക്ക് എപ്പി ഫ്ലൂറസെൻസ് ഫോർ സൈക്ലോസ്പോറ ആൻഡ് ഐസോസ്പോറ സ്പീഷീസ്. ഇനി ആസിഡ് ഫാസ്റ്റ് ചെയിൻ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോസ്പൊറീഡിയം, സൈക്ലോസ്പോറ ആൻഡ് ഐസോസ്പോറ സ്പീഷീസിനാണ്. ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ് അസേ, അത് യൂസ് ചെയ്തത് ഗിയാർഡിയ ആൻഡ് ക്രിപ്റ്റോസ്പൊറീഡിയം സ്പീഷീസിനാണ്. സാഫ്രലിൻ സ്റ്റേഡ് സൈക്ലോസ്പോറ. ഇനി സ്പെസിമെൻസ് ഇൻ PVA ഫിക്സേറ്റീവ്, അവിടെ ട്രൈക്രോം സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാറുണ്ട് ഇൻ പ്രോട്ടോസോവ. നെക്സ്റ്റ് നമ്മൾ ഫ്രഷ് സ്പെസിമെൻ കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഫോർമാലിനിൽ പ്രിസർവ് ചെയ്ത സ്പെസിമെനിന്റെ എക്സാമിനേഷൻ എങ്ങനെയാണെന്നാണ്. ഫോർമാലിന് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഡയറക്ട്ലി വിത്ത് വെറ്റ് മൗണ്ട്, ഇമ്മ്യൂണോ അസേ, ക്രോമോട്രോപ്പ് സ്റ്റെയിൻ, അല്ലെ UV എപ്പിഫ്ലൂറസെൻസ്, ഇത് ഏതെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഈ ടെക്നിക്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഈ പ്രോസസിങ് ടെക്നിക്സ് ആണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എക്സാമിൻ ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് ചെയ്തു, ഫസ്റ്റ് പ്രിസർവ് ചെയ്തു, അതിനുശേഷം പ്രോസസ് ചെയ്തു, എക്സാമിൻ ചെയ്തു. അപ്പൊ ഈ എക്സാമിനേഷൻ ടെക്നിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്രഷ് സ്പെസിമെന്റ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ഏതാണ്? ഫോർമാലിൻ പ്രിസർവ്ഡ് സ്പെസിമെൻ, ഫോർമാലിൻ ഉപയോഗിച്ച് പ്രിസർവ് ചെയ്ത സ്പെസിമെനെ എക്സാമിൻ ചെയ്യുന്ന ടെക്നിക്കാണ് പറഞ്ഞത്. വെറ്റ് മൗണ്ട്, ഇമ്മ്യൂണോ അസേ, ക്രോമോട്രോപ്പ് സ്റ്റെയിന്, UV എപ്പിഫ്ലൂറസെൻസ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടെക്നിക്സ് പറയുന്നുണ്ട്. ഈ കോൺസെൻട്രേഷൻ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തത് പാരസൈറ്റ്സിനെ ഫീക്കസിൽ നിന്ന്, അല്ലെ ഫീക്കസിലുള്ള ഡെബ്രിസ് അല്ലെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെൻട്രേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? പാരസൈറ്റിന്റെ ഡിറ്റക്ഷൻ ചാൻസസ് കൂടും. ഓക്കെ, അപ്പം ഈ കോൺസെൻട്രേഷൻ ടെക്നിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലോട്ടേഷൻ ടെക്നിക് ആൻഡ് ഫ്ലോട്ടേഷൻ ടെക്നിക്സും സെഡിമെന്റേഷൻ ടെക്നിക്കും. അതിൽ ഫസ്റ്റ് ഫ്ലോട്ടേഷൻ ടെക്നിക്സ് എന്താണ്? ഇതാണ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക്. ഇതിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ ഷീതേഴ്സ് ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. അപ്പം ഈ ഓർഗാനിസം, പാരസൈറ്റിക് ഓർഗാനിസത്തിനെ കാട്ടിലും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിട്ടുള്ള ഒരു കെമിക്കലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ ഷീതേഴ്സ് ഷുഗർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓർഗാനിസത്തിന് ഈ ഷുഗർ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കലിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാനൊരു ടെൻഡൻസി വരും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കൽ മെഷർ ആണ്. അപ്പോൾ ഈ മെഷർമെന്റ് എപ്പോഴും ഈ ഒരു കെമിക്കലിന് കൂടുതലായിരിക്കും, നമ്മുടെ നോർമൽ പാരസൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഫ്ലോട്ടേഷൻ ടെക്നിക്കിൽ എന്താണ് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഏത് പാരസൈറ്റിനാണോ കെമിക്കലിനാണോ ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ എപ്പോഴും കെമിക്കലിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ടാണ് പാരസൈറ്റ് ആ കെമിക്കലിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പാരസൈറ്റ് ടോപ്പിലേക്ക് റൈസ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ ഒരു ഫ്ലോട്ടേഷൻ, അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടേഷൻ ടെക്നിക് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ക്ലീനർ മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഓക്കെ, സെഡിമെന്റേഷൻ ടെക്നിക്ക് നമ്മൾ ഇനി പറയാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പറയാൻ പോകുന്ന സെഡിമെന്റേഷൻ ടെക്നിക്കിനെ കാട്ടിലും കുറച്ചുകൂടി ഒരു ക്ലീനർ മെറ്റീരിയൽ നമുക്ക് ഈ ഫ്ലോട്ടേഷൻ ടെക്നിക്ക് വഴി കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ എഗ്സിന്റെ വാൾസ്, അതേപോലെ തന്നെ സിസ്റ്റിന്റെ വാൾസ് ഒക്കെ കൊളാപ്സ് ചെയ്തിട്ട് ചിലപ്പോ അങ്ങനെ ആ ഒരു സൊല്യൂഷനുള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാരസൈറ്റിന്റെ എഗ്ഗ് ഫ്ലോട്ട് ആവില്ല. ഈ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു മോർഫോളജി അല്ലെങ്കിൽ ആ എഗ്ഗിന്റെ അതേ മോർഫോളജിയിൽ ഇരുന്നാലാണ് അത് പ്രോപ്പർ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത് ഈ കെമിക്കലിൽ. അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇത് റെക്കമെൻഡേഷൻ പറയുന്നത് ഏതൊക്കെ പാരസൈറ്റിലാണ് ഈ ഒരു ഫ്ലോട്ടേഷൻ ടെക്നിക്ക് നമ്മൾ പറയുന്നത്. ഈ ഫ്ലോട്ടേഷൻ ടെക്നിക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ എക്സാമ്പിൾ വരുന്നത് ആംഗിലോസ്റ്റോമ ഡ്യുവോഡിനലെ ആൻഡ് നെക്കേറ്റർ അമേരിക്കാനസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. അപ്പോൾ ഈ അസ്കാരിസ് ഒക്കെ ഇമ്പോർട്ടന്റ് അല്ലേ, അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസീസിൽ വരുന്ന പാരസൈറ്റ്സ്, റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന പാരസൈറ്റ്സ് ഒക്കെ ഏത് ടെക്നിക്കൽ അണ്ടറിലാണ് വരുന്നതെന്നൊന്ന് നോക്കി വെക്കുക. ഹൈമനോലെപ്സിസ് നാന, ടീനിയ സ്പീഷീസ്, ട്രൈക്യൂറിയ. ഇനി ഫ്ലോട്ടേഷൻ ടെക്നിക് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് എഗ്സ് ഓഫ് ഫ്ലൂക്സ് ആൻഡ് ഷിസ്റ്റോസ്റ്റോമ. അപ്പൊ ഈ രണ്ട് സ്പീഷീസിന്, അതേപോലെ തന്നെ ലാർവ ഓഫ് സ്ട്രോങ്കിലോയിഡ്സ് സ്റ്റെർക്കോറാലിസ് ഓർ പ്രോട്ടോസോവൽ സിസ്റ്റ് ഓർ ട്രോഫോസൈറ്റ്സ്. അപ്പോൾ ട്രോഫോസൈറ്റ്സ്, നമ്മളിപ്പോൾ ട്രോഫോസൈറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് പറഞ്ഞല്ലേ. അപ്പൊ ഈ ട്രോഫോസൈറ്റ്സ്, ഫ്ലൂക്സ്, ഹിസ്റ്റോസ്റ്റോമ ഇങ്ങനെയുള്ള സ്പീഷീസിന്, അതേപോലെ തന്നെ ലാർവ ഓഫ് സ്ട്രോങ്കിലോയിഡ്സ് സ്റ്റെർക്കോറാലിസ്, ഇത്രയും ഈ പറഞ്ഞ സ്പീഷീസിനൊന്നും തന്നെ ഈ ഫ്ലോട്ടേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല.
ഇനി എന്താണ് പ്രിൻസിപ്പിൾ? The stool sample is mixed with a saturated solution of sodium chloride. സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ സ്റ്റൂൾ സാമ്പിളുമായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡിഫറൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ് എപ്പോഴും ലൈറ്റർ ഇൻ വെയിറ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ സർഫസിലേക്ക് ഫ്ലോട്ട് ചെയ്ത് വരും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ മെറ്റീരിയൽസും റിയേജൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു ഏകദേശം ഒരു 0.5 gram ഓഫ് സ്റ്റൂള് ഒരു വൈറ്റ് മൗത്ത് ബോട്ടിലേക്ക് വെച്ചു. അതിനുശേഷം ആ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് 2.5 to 5 ml സൊല്യൂഷൻ ഒഴിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഒരു ആപ്ലിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൂള് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു യൂണിഫോം ആക്കി ആ ഒരു സൊല്യൂഷൻ നമ്മൾ യൂണിഫോം ആക്കിയതിനു ശേഷം ആ ഒരു ഫ്ലോട്ടേഷൻ കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? ഫ്ലോട്ട് ആയി. അതിനുശേഷം ഒരു കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്തതിനു ശേഷം ആണ് നമ്മൾ ഈ ഒരു ബോട്ടിലിന്റെ മൗത്തിലാണ് നമ്മൾ കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ചെക്ക് ദാറ്റ് കവർ സ്ലിപ്പ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ലിക്വിഡ്. എപ്പോഴും ആ ലിക്വിഡുമായിട്ട് കവർ സ്ലിപ്പ് കോണ്ടാക്ട് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എയർ ബബിൾസ് ഉണ്ടാവരുത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു പ്രോസസ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് സെഡിമെന്റേഷൻ ടെക്നിക്സ്. സെഡിമെന്റേഷൻ ടെക്നിക്സ് കോൺസെൻട്രേഷനിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ്. ഇവിടെ ലോവർ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ആ ഒരു കെമിക്കലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫ്ലോട്ടേഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? പാരസൈറ്റ് മുകളിൽ ഫ്ലോട്ട് ചെയ്യണം എന്ന്. ഇവിടെ എന്താണ്? ആ ഒരു കെമിക്കലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ലോവർ ആണ്. അതുകൊണ്ട് തന്നെ പാരസൈറ്റ് എന്ത് ചെയ്യും? അവിടെ സിങ്ക് ചെയ്ത് സെഡിമെന്റ് ആവും. അതായത് അത് മുങ്ങി താഴെ ഒരു സെഡിമെന്റ് പോലെ ആ പാരസൈറ്റ്സ് കിടക്കും. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷൻ രണ്ട് കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. പക്ഷെ ആദ്യത്തേതിൽ എന്താണ്? പാരസൈറ്റ് ഫ്ലോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സെഡിമെന്റേഷൻ ടെക്നിക്കിൽ വരുമ്പോൾ സെഡിമെന്റേഷൻ നടക്കുന്നു. അത് രണ്ടും ആ ഒരു ഡിഫറൻസ് ഓർത്ത് വെച്ചാൽ മതി. സൊല്യൂഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കാം.